ഭൂട്ടാൻ വഴി വാഹനക്കടത്തിൽ അന്വേഷണം ഊർജിതം. ഓപ്പറേഷൻ നംഖോർ എന്നാണ് പേര്. നംഖോർ എന്നാൽ ഭൂട്ടാൻ ഭാഷയിൽ വാഹനങ്ങൾ എന്നർത്ഥം. കൂടുതൽ വിവരങ്ങൾ ഇന്നിപ്പോൾ പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നടൻ ദുൽഖർ സൽമാന്റെ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ പേരിൽ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും നടപടി ഉണ്ടാകും. പൃഥ്വിരാജിന്റെ 2 കാറുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. താരത്തിന്റെ കാറുകൾ കണ്ടെത്താനാണ് കസ്റ്റംസിന്റെ ശ്രമം. ദുൽഖർ സൽമാന് കസ്റ്റംസ് ഇന്ന് സമൻസ് നൽകും. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ രേഖകളും ഹാജരാക്കണം. ആഡംബര യൂസ്ഡ് കാർ ഷോറൂമുകളിലും പരിശോധന തുടരും. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നും വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. എസ് ശരണും സാനിയോ മനോമിയും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ശരണിലേക്ക്. ശരൺ, ഗുഡ് മോർണിംഗ്. സാനിയോ, വെരി ഗുഡ് മോർണിംഗ്. ശരൺ, ഈ ദുൽഖർ സൽമാന്റെ പേരിലല്ല, ദുൽഖർ സൽമാനിൽ നിന്ന് പിടിച്ചെടുത്ത കാറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ പേരിലാണെന്ന് അറിയുന്നത്. ഒരുപക്ഷെ യൂസ്ഡ് കാറ് സെയിൽ ചെയ്തപ്പോൾ ആ രജിസ്ട്രേഷൻ മാറ്റാത്തതാണോ കാരണം? അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ താരങ്ങൾ ഇനിയിപ്പോൾ കസ്റ്റംസിനെ ബോധിപ്പിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ദുൽഖർ സൽമാൻ. പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്ന് ഇതുവരെയും വാഹനങ്ങൾ കണ്ടെത്തിയിട്ടില്ല. 2 വാഹനങ്ങൾ പൃഥ്വിരാജിന്റെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനി ബാധ്യതയായിട്ട് മാറി ഇത് കള്ളക്കടത്തിലൂടെ വന്ന വാഹനങ്ങളല്ല എന്ന് തെളിയിക്കേണ്ടത്. ദുൽഖർ സൽമാന്റെ കാര്യത്തിലാണെങ്കിൽ ആ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വേറെ ആളുടെ പേരിലുമാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് കസ്റ്റംസിന്റെ പ്രാഥമിക നിഗമനം? ശരൺ. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും താരങ്ങളുടെ ബാധ്യത മാത്രമായി മാറുകയാണ്. അവർക്ക് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അങ്ങനെ വ്യക്തത വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ, കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ അഡ്ജുഡിക്കേഷൻ നടപടികളിലേക്ക് പോകുമെന്നുള്ളത് കസ്റ്റംസ് കമ്മീഷണർ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും നമുക്ക് ഒരു വശത്ത് ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. അതായത് ഈ താരങ്ങളുടെ വാഹനങ്ങളൊക്കെ തന്നെ പിടിച്ചെടുത്ത ശേഷം കൊണ്ടിട്ടിരിക്കുന്നത് കസ്റ്റംസ് ഓഫീസിന് സമീപത്തായിട്ടുള്ള പള്ളിയുടെ കോമ്പൗണ്ടിലാണ്. ഈ കോമ്പൗണ്ടിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് തോന്നുന്നു. അതായത് അവിടെ കിടക്കുന്ന ആ ഡിഫൻഡർ വാഹനം, അതായത് ഇപ്പോൾ 4 വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 2 അമിത് ചക്കാലക്കലിന്റെ വാഹനങ്ങളാണ്. ഇതിന് പുറമെ മറ്റൊരു വാഹനം, അത് ഡിഫൻഡർ വാഹനമാണ്. അത് ഈ ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനമാണ്. ഈ വാഹനം 2012 ദുൽഖർ സൽമാൻ വാങ്ങിയിരിക്കുന്നത്. അതിനുശേഷം അത് ചെന്നൈയിലാണ് റീ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. 3rd ഓണറാണ്. നമുക്കിത് സൈറ്റിൽ പരിശോധിക്കുമ്പോൾ 3rd ഓണറാണ് ദുൽഖർ സൽമാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിന് പുറമെയാണ് മറ്റൊരു വാഹനം കൂടി പിടിച്ചെടുത്തിരുന്നത്. ആ വാഹനമാണ് മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കസ്റ്റംസ്. ആ വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ തന്നെ പുറത്തിറക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ദുൽഖർ സൽമാന്റെ വീട്ടിൽ തന്നെ ആ വാഹനം ഇട്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും കസ്റ്റംസ് പരിശോധിക്കുന്നത് നേരത്തെ കൈമാറുന്ന സമയത്ത് റീ രജിസ്ട്രേഷൻ അത്തരത്തിൽ നടത്തി അത് കൈമാറാത്തതാണോ, അല്ലെങ്കിൽ ഇത് മറ്റൊരാളുടെ പേരിൽ ആക്കി, അതായത് മറ്റൊരാളുടെ പേരിൽ കാണിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ക്രമക്കേടാണോ, പരിവാഹൻ സൈറ്റിന്റെ പേരിലൊക്കെ തന്നെ തട്ടിപ്പ് നടക്കുന്നുണ്ട്, ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം ഇന്നലെ കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നതാണ്. അപ്പോൾ ആ വിധത്തിൽ ഏതെങ്കിലും ഉള്ളൊരു ക്രമക്കേടിന്റെ ഭാഗമായിട്ടാണോ എന്ന കാര്യങ്ങളടക്കമാണ് ഇപ്പോൾ പ്രധാനമായും കസ്റ്റംസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 4 വാഹനങ്ങളാണ് നേരത്തെ ദുൽഖർ സൽമാന്റെ 4 വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു. അതിലൊരു വാഹനമാണ് മറ്റൊരാളുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി മറ്റ് 2 വാഹനങ്ങൾ കൂടി വൈകാതെ പിടിച്ചെടുക്കാനുള്ള നീക്കം കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിവരവും നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. നടൻ പൃഥ്വിരാജിന്റെ 2 വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിലുള്ളത്. ഇന്നലെ പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിലേക്ക് കസ്റ്റംസ് സംഘം എത്തിയിരുന്നു. ഈ 2 വാഹനങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതായത് ഈ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കസ്റ്റംസിനാണെങ്കിലും DRIക്കാണെങ്കിലും കൃത്യമായ ലിസ്റ്റ് അവർ തയ്യാറാക്കിയിരുന്നതാണ്. ഏതൊക്കെ വാഹനങ്ങളാണ് നേപ്പാളിൽ നിന്ന് ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് എത്തിച്ചെന്നുള്ള സംബന്ധിച്ചുള്ള ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൃഥ്വിരാജിന്റെ 2 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇന്നലെ തേവരയിലെ ഫ്ളാറ്റിലേക്ക് എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ 2 വാഹനങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മറിച്ച് ചില സാമ്പത്തിക ഇടപാടുകൾ, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ ലഭിച്ചതായിട്ടാണ് കസ്റ്റംസ് പറയുന്നത്. എന്തായാലും അതിലും വ്യക്തത വരേണ്ടതുണ്ട്. എന്തൊക്കെ രേഖകളാണ് ലഭിച്ചതെന്നുള്ള കാര്യത്തിൽ ഇനി കസ്റ്റംസ് വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തത വരുത്തുകയുള്ളൂ. എന്തായാലും നിലവിൽ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ താരങ്ങൾക്ക്, അതായത് ഇപ്പോൾ വാഹനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു, ഇനി താരങ്ങളുടെ ബാധ്യതയാണ് ഇത് അറിഞ്ഞോ അറിയാതെയാണ് ഇത് വാങ്ങിയെന്നുള്ളത്. അതായത് ഇത്തരത്തിൽ കള്ളക്കടത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന കാറുകളാണ് വാങ്ങിയത് എന്നുള്ളത് അറിവുണ്ടായിരുന്നു ഇല്ലേ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ട താരങ്ങളാണ്. അവർക്ക് സമൻസ് നൽകും. ഇന്ന് ദുൽഖർ സൽമാന് സമൻസ് നൽകുമെന്നുള്ളതാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ദുൽഖർ സൽമാൻ കസ്റ്റംസ് ഓഫീസിലെത്തി മൊഴി നൽകണം. ഒപ്പം തന്നെ കൃത്യമായ രേഖകൾ ഹാജരാക്കണം.
ആ കൃത്യമായ രേഖകളില്ല എന്നുണ്ടെങ്കിൽ അഡ്ജുഡിക്കേഷനിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ കസ്റ്റംസ് നൽകുന്നത്. ഓക്കെ ശരൺ, ഒരു കാര്യം സാനിയോ ഒരു നിമിഷം തുടരട്ടെ. ശരൺ, ഇന്നലെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ ഒരു ഫോൺ വരികയും സാർ എന്ന് വിളിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നതുമൊക്കെ നമ്മൾ കേട്ടു. ആ ഫോൺ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത് കണ്ടു. ഇത് നിർത്തിക്കോ എന്നുള്ളതാണോ മുകളിൽ നിന്ന് വന്ന ഉത്തരവ്? മുകളിലെ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാണോ ആണോ എന്താണ്? അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ? അരുൺകുമാർ, അത് വളരെ പ്രസക്തമായ കാര്യമാണ്. അതായത് സാധാരണഗതിയിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥർ, അതായത് കേന്ദ്ര ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ അത്തരത്തിൽ വാർത്താ സമ്മേളനമൊന്നും വിളിക്കാറില്ല. നമുക്കറിയാം ED ആണെന്നുണ്ടെങ്കിലും DRA ആണെങ്കിലും കസ്റ്റംസിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാർത്താ സമ്മേളനം നടത്താതെ ഒരു പ്രസ് റിലീസ് ആയിട്ടാണ് ഇറക്കാറുള്ളത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ, അതായത് ഇത്തരത്തിൽ പ്രമാദമായ കേസായതിനാൽ തന്നെ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്. ആ വാർത്താ സമ്മേളനം ഏതാണ്ട് ഒരു 6:25 ആയപ്പോഴൊക്കെ തുടങ്ങി. അത് 6:45 അടുക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറയുകയോ അല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോവുകയില്ല. പക്ഷേ 6:45 ആയപ്പോഴാണ് ഒരു കോള് വരുന്നത്. അത് മേലുദ്യോഗസ്ഥൻ്റെ കോളാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ കോള് കമ്മീഷണർ അറ്റൻഡ് ചെയ്യുന്നു. സാർ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുശേഷം ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാനാകില്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മേലുദ്യോഗസ്ഥൻ ഇടപെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതായത് ഇനി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. നിലവിൽ അന്വേഷണം തുടരുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അതിൽ അന്വേഷണം നടത്തി കണ്ടെത്തൽ നടത്തിയ ശേഷം മാത്രം കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിട്ടാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകണം അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഓക്കെ ശരൺ, തുടരണം. ഞാനൊന്ന് സാനിയിലേക്ക് പോയിട്ട് വരാം. സാനിയോ, ഈ കാറിൽ ഏതോ ഒരെണ്ണം സാനിയോ വാങ്ങാനായിട്ട് പ്ലാൻ ഇട്ടിരുന്നു എന്ന് കേൾക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അങ്ങനെയൊക്കെ പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷെ പദ്ധതി പാളിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നടക്കില്ല. ചുമ്മാ പറയണ, നാട്ടുകാർ ട്രോൾ ചെയ്യും. അതൊന്നും നമുക്ക് വാങ്ങിച്ചാൽ കൂടാൻ പറ്റുന്ന വണ്ടികളല്ല. ലാൻഡ് റോവറും നിസാൻ പെട്രോളും മെഴ്സിഡീസ് ബെൻസിന്റെ ഒക്കെ വലിയ വണ്ടികളാണ്. എല്ലാത്തിനും 30-40 ലക്ഷം രൂപയൊക്കെ വില വരും അല്ലേ സാനിയോ? ഇതിലും മലബാറിലുള്ള കുറച്ച് ആൾക്കാർ കൂടി ഈ സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകളിലൊക്കെ ഈ വാഹനം വാങ്ങിയിട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതൊക്കെ ചിലർക്ക് കൊടുത്തു എന്നും അറിയുന്നു. വാഹനങ്ങൾ വ്യാപകമായി പിടിച്ചെടുത്തിട്ടുണ്ടോ മലബാർ മേഖലയിൽ? മലബാർ മേഖലയിൽ ഇന്നലെ 17 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. അതിൽ മലപ്പുറത്തും കോഴിക്കോടുമാണ് കൂടുതൽ പരിശോധനകൾ നടന്നത്. വെട്ടിച്ചിറ, മൂർക്കനാട്, അതുപോലെ കുറ്റിപ്പുറം ഭാഗങ്ങളിൽ നിന്നാണ് ഇന്നലെ മലപ്പുറത്ത് പരിശോധനകൾ നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അതിൽ വെട്ടിച്ചിറയിൽ നിന്നാണ് 13 വാഹനങ്ങൾ, മലപ്പുറത്തെ വെട്ടിച്ചിറയിൽ നിന്നാണ് കസ്റ്റംസ് 13 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത്. മറ്റെണ്ണം കോഴിക്കോട് നിന്നാണ്. ഒന്ന് തൊണ്ടയാട് നിന്നും മുക്കത്ത് നിന്ന് ഒരു ക്വാറി വ്യാപാരിയിൽ നിന്നും ഇത്തരത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട് വാഹനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കസ്റ്റംസിന്റെ കരിപ്പൂർ വിങ്ങാണ് ഇന്നലെ പരിശോധന നടത്തിയത്. ഈ പിടിച്ചെടുത്ത വാഹനങ്ങളെല്ലാം കരിപ്പൂരിലെ കസ്റ്റംസിന്റെ ഗ്യാരേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. വാഹനം പിടിച്ചെടുത്ത സ്ഥലത്തെല്ലാം തന്നെ ഇന്നലെ ഉടമകൾക്ക്, ഈ ഷോറൂമിന്റെയും അല്ലെങ്കിൽ സ്ഥലത്തിന്റെയും ഒക്കെ ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. അതിലുടൻ വിശദീകരണം നൽകണമെന്നാണ് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഷോറൂമുകളൊക്കെ കൊച്ചിയിലും ബ്രാഞ്ചുകളുള്ള ഷോറൂമുകളാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല നടന്മാരടക്കമുള്ള പ്രമുഖർ ഈ ഷോറൂമുകളൊക്കെയായി ബന്ധമുള്ള ആളുകളാണ് എന്നുള്ളൊരു സംസാരവും നമുക്ക് കസ്റ്റംസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും 17 വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ 13 എണ്ണവും മലപ്പുറത്തെ വെട്ടിച്ചിറയിലുള്ള ഷോറൂമിൽ നിന്നായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു. സാനിയോയും ശരണുമാണ് വിവരങ്ങൾ നൽകിയത്. അപ്പം ശരൺ, നമുക്ക് നോക്കാം. കസ്റ്റംസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് ആദ്യം പ്രേക്ഷകർക്ക് കൊടുക്കാം. ദുൽഖർ സൽമാന് നോട്ടീസ് അയക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇതിലേതെങ്കിലും വണ്ടി മമ്മൂട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ശരൺ? അരുൺകുമാർ, അക്കാര്യത്തിൽ നമ്മൾ വ്യക്തത വരുത്താൻ ശ്രമിച്ചിരുന്നു. ഇന്നലെ കമ്മീഷണറോട് ചോദിച്ചപ്പോൾ, അതായത് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണറാണ് ടിജു ആണ് വാർത്താസമ്മേളനം നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടിയുടെ പേരിലുള്ള രജിസ്ട്രേഷൻ, മമ്മൂട്ടി ഉപയോഗിക്കുന്ന വാഹനമാണോ എന്നറിയില്ല, പക്ഷേ മമ്മൂട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത വാഹനമല്ല, അത് കേന്ദ്രീകരിച്ചല്ല അന്വേഷണം നടക്കുന്നത്. ദുൽഖർ സൽമാന്റെ പേരിലുള്ള വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വന്നു. താങ്ക് യു സാനിയോ, താങ്ക് യു ശരൺ, വിവരങ്ങൾ നൽകിയതിൽ. ഇപ്പോൾ ഭൂട്ടാൻ കടത്തിൽ നിർണായകമായ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും ചില കാര്യങ്ങൾ പുറത്തു വരും. റിപ്പോർട്ടർ ടിവിയിൽ നിങ്ങൾ തുടരുക. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ശരൺ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്ന് സാനിയോയും റിപ്പോർട്ട് ചെയ്യും. നടൻ ദുൽഖർ സൽമാന്റെ പേരിലുള്ള 2 വാഹനങ്ങൾ, ആ വാഹനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അന്വേഷണം പോകുന്നത്. ഒപ്പം തന്നെ അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ നിന്ന് 1 വാഹനവും ഗ്യാരേജിൽ നിന്ന് 5 വാഹനവും പിടിച്ചെടുത്തു എന്നാണ് അറിയുന്നത്. അപ്പോൾ അതിലൊക്കെ ചില ദുരൂഹതകളുണ്ടെന്ന് അറിയുന്നു.
മാത്രമല്ല ഈ റെയ്ഡ് നടത്തിയിരിക്കുന്നത് കസ്റ്റംസ് മാത്രമല്ല, ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഇതിനകത്ത് പങ്കെടുത്തു എന്നാണ് അറിയുന്നത്. അത് NIA അന്വേഷിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നാണ് ഇന്നലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനിടയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനൊരു ഫോൺ വന്നു. ആ ഫോൺ വന്നപ്പോൾ സാർ ഓക്കെ സാർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് മേലുദ്യോഗസ്ഥൻ്റെ ഫോണായിരിക്കും. പത്രസമ്മേളനമൊക്കെ നിർത്തി മതി ചങ്ങാതി, ഈ പറയുന്ന കാര്യങ്ങളൊന്നും പത്രക്കാരെടുത്ത് പറയണ്ട എന്നാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഉടനെ ആ ഫോൺ വന്നതിന് ശേഷം പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത് നമ്മൾ കണ്ടു.